കാർഷിക നിയമങ്ങൾക്കെതിരെ പോരാടിയാൽ ജയിലിൽ അടയ്ക്കുമെന്ന് അരുൺ ജെയ്റ്റ്ലി ഭീഷണിപ്പെടുത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി.ജെ.പി. രാഹുൽ നുണ പ്രചരിപ്പിക്കുന്നുവെന്നും ജെയ്റ്റ്ലി അപമാനിക്കുന്നുവെന്നുമാണ് വിമർശനം. നോബൽ മരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, രാഹുൽ നേരത്തെ ഉയർത്തിയ വിമർശനത്തിന് പ്രതിരോധം തീർക്കുകയാണ് കിരൺ റിജിജു അടക്കമുള്ളവർ. 2019 മരിച്ച ആളെങ്ങനെ 2020 ബില്ലിനെ കുറിച്ച് പറയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് നോബൽ? അരുൺ, ഇന്നലെ അഭിഭാഷകരുടെ ഒരു പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി അരുൺ ജെയ്റ്റ്ലിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതായത് ഈ കാർഷിക നിയമങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ജയിലിലിടും എന്ന് അരുൺ ജെയ്റ്റ്ലി ഒരു കൂടിക്കാഴ്ചയിൽ പറഞ്ഞു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇതിനു പിന്നാലെ ബി.ജെ.പി. ഇതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി നുണ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ബി.ജെ.പി. വ്യക്തമാക്കുന്നത്. കിരൺ റിജിജു അടക്കമുള്ളവർ ഇക്കാര്യം എടുത്തു പറയുന്നു. ഇവർ പറയുന്നത് അരുൺ ജെയ്റ്റ്ലി 2019 ഓഗസ്റ്റിലാണ് മരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് 2020-ലും. പിന്നെ എങ്ങനെയാണ് അരുൺ ജെയ്റ്റ്ലി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ ജയിലിലിടുമെന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ട് പറയുന്നത്? 2019 മരിച്ച ഒരാൾ എങ്ങനെ 2020 ഈ നിയമങ്ങൾ പാസ്സായതിന് പിന്നാലെ ഇക്കാര്യം പറയും എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെ കിരൺ റിജിജു അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിയുടെ മകനടക്കമുള്ളവരും സമാനമായ ചോദ്യവുമായി രംഗത്തേക്ക് വരുന്നു. അതേസമയം കോൺഗ്രസ് ഇതിൽ നൽകുന്ന വിശദീകരണം, ഈ കാർഷിക നിയമങ്ങൾ 2020-ലാണ് പാസ്സാക്കുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൽ കുറേ നാളുകൾക്ക് മുൻപേ ആരംഭിച്ചതാണ്. 2015-നും 2018-നും ഇടയ്ക്ക് ഈ ചർച്ചകൾ നടക്കുമ്പോൾ കാർഷിക നിയമങ്ങൾക്ക് പിന്തുണ തേടിക്കൊണ്ട് അരുൺ ജെയ്റ്റ്ലി രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും കണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ഇക്കാര്യം, ഈ ഭീഷണി അരുൺ ജെയ്റ്റ്ലി നടത്തിയത് എന്നാണ് പവൻ കേര അടക്കമുള്ള ചില ആളുകൾ, കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. എന്നാണെങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തുമ്പോൾ സ്വാഭാവികമായി വലിയ തരത്തിലുള്ള വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.